തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ ദാസിദാസന്മാരെ, ദൈവമക്കളെ, കർത്താവിൻ്റെ തിരുമുമ്പിൽ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന ഈ നല്ല സന്ദർഭത്തെ ദൈവസന്നിധിയിലിരുന്ന് സ്തോത്രത്തോടെ സ്തുതിയോടെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ അന്തർലീനമായിരിക്കുന്ന ആത്മീകമായിരിക്കുന്ന ആഴങ്ങൾ നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ഭാവിക്ക് നന്മയാക്കി തീർക്കാൻ പരിശുദ്ധ ദൈവത്തിന് പ്രസാദം തോന്നുകയാൽ ഓരോ ദിവസവും അന്നന്നത്തേക്കുള്ള സ്വർഗീയ മന്ന നമുക്ക് തരുന്ന നമ്മുടെ കർത്താവിനെ മനസ്സ് തുറന്ന് സ്തോത്രം ചെയ്ത് സ്തുതിച്ച് പുകഴ്ത്തിക്കൊണ്ട് ദൈവത്തിന് സകല ആരാധനയും അർപ്പിച്ചുകൊണ്ട് വചനം കേൾപ്പാൻ താല്പര്യരായിരിക്കുന്ന നിങ്ങൾക്ക് ഹൃദയപൂർവ്വം വന്ദനവും നന്ദിയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദൈവിക ആലോചനയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ആ ജന്തു അവൻ്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യനൊരു കൊലപാതകൻ സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. പൗലോസിൻ്റെ കപ്പൽ യാത്ര, റോമിലേക്കുള്ള യാത്ര ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു, ഒരുപാട് കഷ്ടങ്ങൾ നിറഞ്ഞതായിരുന്നു. കർത്താവിൻ്റെ ഒരു വാഗ്ദത്തമായിരുന്നു റോമിൽ പൗലോസ് എന്നെ സാക്ഷീകരിക്കുമെന്നുള്ളത്. ആ വാഗ്ദത്തം നിറവേറലിന് വേണ്ടി പൗലോസ് റോമിലേക്ക് പോകാനുള്ള വിധിയായി കപ്പലിൽ കയറി. ഒരു കപ്പൽ കയറി, അത് തകർന്നു, വേറൊരു കപ്പലിൽ കയറി. അങ്ങനെ 2-3 കപ്പലുകൾ മാറി മാറി കയറിയാണ് റോമിലേക്ക് എത്തിച്ചേരാനിടയായി തീർന്നത്. കൊടുങ്കാറ്റും ഭയങ്കര ശീതവും തകർന്ന കപ്പലിനകത്ത് ഭാരത്തോടെ, പ്രയാസത്തോടെ, നിലവിളിയോടെ കഴിച്ചുകൂട്ടിയ ദിവസങ്ങളും, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കാണാതെ കരിമേഘങ്ങൾ തലയ്ക്ക് മീതെ ഉരുണ്ടുകൂടി അതിന് കീഴേ നടക്കുന്ന താണ്ഡവങ്ങൾക്കകത്ത് ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് പിടിച്ചു നിൽക്കുകയും തൻ്റെ ഭക്തൻ ഈ കടലിന് നടുക്ക് തകരുന്ന കപ്പലിനകത്തുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ നിരീക്ഷണം മുഴുവൻ ആ കടലിലേക്കാക്കുകയും പെട്ടെന്ന് ദൈവത്തിൻ്റെ ദൂതനെ പറഞ്ഞയച്ച് തിരമാലകൾക്കും വലിയ ശക്തമായിരിക്കുന്ന പ്രതിസന്ധികളുടെ നടുവിൽ പറഞ്ഞുറപ്പിക്കാൻ ദൂതനെ വിടുകയൊക്കെ ചെയ്ത ഒത്തിരി സംഭവങ്ങൾ. ഒരു ദൈവമനുഷ്യനോട് ദൈവം കാണിക്കുന്ന സ്നേഹവും കരുതലും നീതിയും എത്ര വലുതാണെന്നറിയാൻ ഈ ഭാഗമൊക്കെ മനസ്സിരുത്തി വായിച്ചാൽ മതിയായിരിക്കും. അത്രയ്ക്ക് ദൈവമുള്ളവർക്ക് വേണ്ടി ദൈവം കരുതുന്നവനാണെന്നുള്ള കാര്യം സ്പഷ്ടമാണ്, വ്യക്തമാണ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ആ യാത്ര കപ്പൽ തകർന്ന ഒരു പലകയിൽ പിടിച്ച് നീന്തിക്കയറി മെലീത്ത എന്ന ദ്വീപിലെത്തി. ആ ദ്വീപിലെ ആളുകളെല്ലാം തകർന്ന കപ്പലിൽ നിന്ന് നീന്തിക്കയറി വരുന്ന ആളുകളെ വളരെ ദയയോടെ, കരുണയോടെ സ്വീകരിച്ച് ആ സ്ഥലത്ത് ഭയങ്കരമായി തണുപ്പും കുളിരും നിമിത്തം കുളിര് വെള്ളത്തിൽ നിന്ന് നീന്തിക്കയറി അവരെ തീ കൂട്ടി അവർക്ക് വേണ്ടി ചൂട് നിർമ്മിച്ചു കൊടുത്ത് ആ നിലവാരത്തിൽ അവരോട് സഹകരിച്ച് നിൽക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി സംഭവിച്ചത്. കയ്യിൽ പാമ്പ് കയറി കടിക്കുന്നത് പൗലോസിൻ്റെ. നമുക്കറിയാവുന്ന കാര്യമായതിൻ്റെ പേരിൽ ആ ഭാഗമൊന്നും അധികം വിശദീകരിക്കുന്നില്ല. അങ്ങനെ കയ്യിൽ ഒരു അണലി കടിച്ച് തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ പെട്ടെന്ന് അവരുടെ അഭിപ്രായം, എപ്പോഴും നമുക്കെന്തെങ്കിലും സംഭവിക്കുമ്പോൾ ലോകത്തിനൊരഭിപ്രായം പറയാനുണ്ടായിരിക്കും. നമ്മുടെ കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, നമ്മുടെ ബിസിനസ്സിനൊരു തകർച്ച പറ്റുമ്പോൾ, നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും നേരിടുമ്പോൾ, നമ്മുടെ ശരീരത്തിനൊരു രോഗം വരുമ്പോൾ, നമ്മുടെ കൂട്ടായ്മയ്ക്കൊരു ഉലച്ചിൽ വരുമ്പോൾ ലോകക്കാർക്ക് ഒത്തിരി അഭിപ്രായം പറയാനുണ്ടായിരിക്കും. എപ്പോഴും നമ്മൾ മുൻകരുതലിലായിരിക്കണം. അഭിപ്രായങ്ങൾ നമ്മളെ തകർക്കരുത്. ഇവിടെ പൗലോസിൻ്റെ ഒരു വലിയ ചങ്കുറപ്പ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആളുകളെല്ലാം കൂടി പറഞ്ഞു, ഇവൻ കൊലപാതകനാണ്, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീതിദേവി ഇവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു തരത്തിൽ ആക്ഷേപിച്ച് വിമർശിച്ച് ആളുകൾ അഭിപ്രായം പറയുമ്പോൾ അത് കേട്ടിട്ട് കുലുങ്ങുകയോ, അത് കേട്ടിട്ട് ചുരുങ്ങുകയോ, അത് കേട്ടിട്ട് ഇളകുകയോ, അതിന് കേട്ടിട്ട് മറുപടി പറയുകയോ പോലും ചെയ്യാതെ തനിക്ക് ചെയ്യാനുള്ളത് ചെയ്തു. അത്രയേ ഉള്ളൂ. ഏത് ഭക്തനും, ഏത് മനുഷ്യനും, ഏത് നീതിമാനും, ഏത് പ്രാർത്ഥനക്കാരനും ഓർത്തോളണം, നമുക്കെന്തെങ്കിലും സംഭവിക്കുമ്പോൾ അത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ ആയിരിക്കില്ല ലോകത്തിൻ്റെ അഭിപ്രായം.
ലോകത്തിന് എല്ലാറ്റിനും അഭിപ്രായമുണ്ടെന്ന് വേദപുസ്തകം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അഭിപ്രായങ്ങൾ എല്ലാവർക്കും കാണും. അയൽവക്കക്കാർക്ക് കാണും, കൂടെ ജോലി ചെയ്യുന്നവർക്ക് കാണും, വിമർശകർക്ക് കാണും, എതിരാളികൾക്ക് കാണും. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചൊക്കെയുള്ള അഭിപ്രായങ്ങൾ. ഇവിടെ ഇവർ ഈ അഭിപ്രായം പറഞ്ഞത് ഇതാണ്: കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി ഇവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല. ഞാൻ ആ വാക്ക് മുൻകാലങ്ങളിൽ ചിന്തിച്ചിട്ടുള്ളതാണെങ്കിലും ഒരിക്കൽ കൂടി പറയുകയാണ്. ജീവിച്ചിരിക്കാൻ സമ്മതിക്കാത്ത ശക്തികൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഭക്തന്മാരെ, മനുഷ്യരെ, നല്ലവരെ, ദൈവാശ്രയ ബോധമുള്ളവരെ, പ്രാർത്ഥിക്കുന്നവരെ, ദൈവത്തിന് പ്രിയമുള്ളവരെ, ദൈവിക ശുശ്രൂഷയുള്ളവരെ, അങ്ങനെ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്നവരെ, ദൈവം ചില കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചവരെ, അവരെ ജീവിച്ചിരിക്കാൻ സമ്മതിക്കാത്ത ബർബരന്മാർ പറഞ്ഞ വാക്കെടുക്കുകയാണ്. അഭിപ്രായത്തെ മുഴുവൻ നമ്മൾ തള്ളിക്കളയുന്നു. പക്ഷേ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ആ വാക്കെടുക്കുകയാണ്. ജീവിച്ചിരിക്കാൻ സമ്മതിക്കുന്നില്ല. അവരോട് പറഞ്ഞത് നീതിദേവി. ഒരുപക്ഷെ അവരാരാധിക്കുന്നവരുടെ മനസ്സിൽ കിടക്കുന്ന ഏതെങ്കിലും ആരാധന വസ്തുവായിരിക്കാം, അല്ലെങ്കിൽ ആരാധനാ മൂർത്തിയായിരിക്കാം. എന്താണെങ്കിലും അവരുടെ ചിന്താഗതിയിൽ നീതിദേവി ജീവിച്ചിരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊരു അഭിപ്രായം, എന്നൊരു കമൻറ്റ് പൗലോസിനെതിരെ വരാനിടയായി തീർന്നു. നമ്മളിന്ന് അതിൻ്റെ മുകളും താഴും ഒന്നും ചിന്തിക്കുന്നില്ല. ഒരൊറ്റ വാക്ക്: ജീവിച്ചിരിക്കാൻ സമ്മതിക്കാത്ത ഒരുപാട് ദുർശക്തികൾ ഈ ലോകത്തിലുണ്ട്. എന്നാൽ ദൈവത്തെക്കുറിച്ച് വേദപുസ്തകത്തിനകത്ത് ഞാൻ കണ്ടിരിക്കുന്നത്, എത്ര തകർന്നവനാണെങ്കിലും എത്ര ഒതുങ്ങിയവനാണെങ്കിലും കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ എത്രയോ പേരോടാ ജീവിച്ചിരിക്കാൻ സമ്മതിക്കാത്ത ശക്തികളുടെ വായിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് ജീവിക്കാൻ പറഞ്ഞത്. ഒരുപക്ഷെ ജീവിക്കുക എന്ന് പറഞ്ഞിട്ടില്ലായിരിക്കാം, പക്ഷേ ആ സന്ദർഭം നോക്കിയാൽ യേശുക്രിസ്തു ജീവിച്ചിരിക്കാൻ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ എത്രയോ പേരെ സഹായിച്ചു അല്ലേ? 38 കൊല്ലം കുളക്കരയിൽ കിടന്ന മനുഷ്യനോട് ഒരു കണക്കിന് അവൻ ചത്തതിനൊത്തതോ ജീവിച്ചിരിപ്പത് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുളക്കര കൊണ്ട് ജീവിതം കഴിച്ചു കൂട്ടുക. യേശു ഇവിടെ ചെന്നിട്ട് എന്ത് പറഞ്ഞു? അവരോട് കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ കുളക്കര കൊണ്ട് ജീവിതം ഒതുക്കിയവനോട് പറഞ്ഞു, പോ, നീ ഇവിടെ കിടന്ന് ജീവിച്ച് തീർക്കാതെ, ഇവിടെ കിടന്ന് നരകിച്ച് തീർക്കാതെ അവനെ അവൻ്റെ നാട്ടിലേക്ക്, വീട്ടിലേക്ക് കിടക്കയുമായി പറഞ്ഞു വിട്ടു. എന്തിന്? ചാവാനല്ല, ജീവിക്കാൻ. ഗദരദേശത്തിലെ ഭൂതഗ്രസ്തൻ, ദുർഭൂതങ്ങൾ അവനെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. എന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കും. കഴുത്തെ പിടിച്ച് ഞെക്കി കൊല്ലുന്നില്ല, പക്ഷെ ശവക്കോട്ടെ കൊണ്ടിട്ടിരിക്കുകയല്ലേ, വീട്ടിൽ കയറ്റുന്നില്ലല്ലോ, മനുഷ്യത്വം നഷ്ടപ്പെടുത്തിയില്ലേ. വാസ്തവത്തിൽ ദുഷ്ടശക്തികൾ മാന്യമായി ജീവിക്കാൻ, അഭിമാനത്തോടെ ജീവിക്കാൻ, സ്നേഹത്തോടെ ജീവിക്കാൻ, ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളുമായിട്ട് സന്തോഷത്തോടെ ചിരിച്ച് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് കൈകോർത്ത് പിടിച്ച് ജീവിക്കാൻ സമ്മതിക്കാത്ത ശക്തികൾ നമ്മുടെയൊക്കെ വീട്ടുകളിൽ കൂടെ കയറി ഇറങ്ങി നടക്കുന്നുണ്ടായിരിക്കുമെന്ന്. ഭൂതഗ്രസ്തനെ ജീവിക്കാൻ സമ്മതിക്കാതെ കല്ലറയിൽ കൊണ്ടിട്ടപ്പോൾ യേശുക്രിസ്തു അവനെ തേടി വന്നിട്ട് അവൻ കാല് പിടിച്ച് ചോദിച്ചു. ഭൂതോപദ്രവമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഞാനും പോരട്ടെ, അക്കരയ്ക്ക് പോരട്ടെ. യേശു പറഞ്ഞു, നീ നിൻ്റെ നാട്ടിൽ, നിൻ്റെ വീട്ടിൽ നീ ജീവിക്ക് എന്നൊരു വാക്ക് അവിടെ കാണില്ല. പക്ഷെ തത്വത്തിൽ അതല്ലേ ഞാൻ പറയുന്നതിൽ നിങ്ങൾ അംഗീകരിക്കുമെന്ന് വിചാരിക്കും. നമ്മൾ പറഞ്ഞു, എടാ, നീ വീട്ടിൽ നിൻ്റെ അപ്പൻ്റെ കൂടെ, അമ്മയുടെ കൂടെ, നിനക്ക് ഭാര്യയുണ്ടെങ്കിൽ ഭാര്യയുടെ കൂടെ, നിൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ നീ ജീവിച്ചിട്ടില്ലല്ലോ, ജീവിക്ക്. ഇത്രയും കാലം നിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ജീവിക്കാൻ സമ്മതിക്കാതെ നിന്നെ ഒരു പ്രാന്തനാക്കി, നിന്നെ ജീവിക്കാൻ സമ്മതിക്കാത്ത ശക്തികൾ ശവക്കോട്ടയിൽ ജീവനോടെ കൊണ്ടിട്ടപ്പോൾ എൻ്റെ യേശു പറഞ്ഞു, ജീവിക്കടാ, വീട്ടിൽ പോയി ജീവിക്ക്. ഏറ്റവും ശക്തമായി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് എഗസ്കേൽ പ്രവചനം 16-ാം അധ്യായത്തിലാണ്. ഇസ്രായേലിൻ്റെ ചരിത്രം പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, ഞാൻ നിൻ്റെ സമീപത്തോടെ കടന്നു പോകുമ്പോൾ നീ ചോരയിൽ കിടന്നുരുളുകയായിരുന്നു, നിന്നെ കുളിപ്പിച്ചിട്ടില്ല, നിനക്കൊരു ശീല ചുറ്റിയിട്ടില്ല. ഞാൻ നിൻ്റെ അടുക്കളയോട് പോയപ്പോൾ പറഞ്ഞു, എന്തിനാടാ അങ്ങനെ കിടക്കുന്നത്, മരിക്കടാ എന്നല്ല പറഞ്ഞത്, ജീവിക്ക്. ഞാൻ ഇങ്ങനെ പറഞ്ഞ അവസാന ഭാഗത്തേക്ക് വരാൻ ദൈവമക്കളെ, നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ദൈവം നമ്മോടെപ്പോഴും പറയും, ഒതുങ്ങിക്കിടക്കുമ്പോൾ, തകർന്നു കിടക്കുമ്പോൾ, കർത്താവ് നിൻ്റെ അടുക്ക വന്ന ഇങ്ങനെ ഭൂമിക്ക് ഭാരമായി കിടക്കാതെ കണ്ണടയ്ക്ക്, മരിക്കടാ എന്നൊരിക്കലും ദൈവം പറയില്ല. ദൈവം ജീവനാണ്. ആ ജീവൻ പകരുന്നത് ജീവിക്കാനാണ്.
എന്നാൽ ഈ ലോകത്തിൽ ദുർശക്തികളുണ്ട്. മനസ്സിനോട് പറയും, നീ നാണം കെട്ടെന്തിനാ ജീവിക്കുന്നേ, ഒരു മുഴം കയറിൽ കെട്ടിത്തൂങ്ങ, നിൻ്റെ കൈയുടെ ഞരമ്പ് കണ്ടിച്ച് രാത്രി സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നീ കിടക്കുക, നേരം വിളിക്കുമ്പോഴത്തേക്ക് ചത്തോളും. കൊച്ചുങ്ങളെയും കെറ്റിലേക്ക് എറിഞ്ഞിട്ട് അതിലേക്ക് ചാട്, 5 മിനിറ്റ് കൊണ്ട് ചത്തോളും. ഇങ്ങനെ ഒറ്റ ബുദ്ധിക്ക് ജീവിക്കാൻ സമ്മതിക്കാത്ത ശക്തികൾ ഈ ലോകത്തിൽ അടരാടി നിൽക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുക. ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിർത്തട്ടെ, എല്ലാവരും കൂടി സന്തോഷമായിട്ട് ജീവിക്കേണ്ട ഒരു ജീവിതമല്ലേ നമുക്ക് ദൈവം തന്നത്? നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ, നിൻ്റെ ഭാര്യയുടെ കൂടെ, നിൻ്റെ ഫാദറിലോ മദറിലോ ആരൊക്കെ ഉണ്ട്, ഇവരുടെ എല്ലാവരുടെയും കൂടെ ഭർത്തൃ വീട്ടിലും ഭാര്യ വീട്ടിലൊക്കെ ഈ അവധിക്കാലത്ത് കുഞ്ഞുങ്ങളുമായിട്ട് പോയി നിന്ന് സന്തോഷത്തോടെ ചിരിച്ച് ഒന്നിച്ച് ജീവിച്ച് ഒന്നിച്ച് ആരാധനയ്ക്ക് പോയി. അതൊക്കെയല്ലേ ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ നാഴികേരയുടെ ചോറും തിന്ന് ആരോടും മിണ്ടാതെ ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കുകയും എല്ലാവരിൽ നിന്നും അകന്ന് എന്നും കരഞ്ഞ് എന്നും തലതാത്തി നിൽക്കുന്നതല്ലല്ലോ ജീവിതം. ജീവിക്കുക എന്ന് പറഞ്ഞാൽ ശ്വാസം വലിക്കുക, ശ്വാസം വിടുക എന്നുള്ളതല്ല. ഉറങ്ങുക, തിന്നുക, എഴുന്നേൽക്കുക, നടക്കുക എന്നുള്ളതല്ല. പിന്നെയോ ജീവിതം സുന്ദരമാണ്. ജീവിതം ഭാവനകൾക്കപ്പുറമുള്ളതാണ്. ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം അനുവദിച്ചെങ്കിലേ നടക്കത്തുള്ളൂ. സാത്താൻ ജീവിക്കാതിരിപ്പാൻ എത്രയോ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പാസ്റ്ററെ വിവാഹം കഴിച്ചിട്ട് 30 കൊല്ലമായി, പക്ഷേ ഞാൻ ജീവിച്ചിട്ടില്ല. ഒരു ജീവച്ഛവം പോലെ ഈ വീടിനകത്തോടെ നടക്കുമായിരുന്നു. എത്രയോ പേർ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൂരദേശത്തെവിടെയെങ്കിലും ഇരുന്നാണോ കേൾക്കുന്നത്? ഒറ്റപ്പെട്ട് വീട്ടിൽ പോകാൻ നിവൃത്തിയില്ലാതെ കടം കയറിയോ എന്തൊക്കെയോ വിഷയങ്ങൾ കൊണ്ട് സ്നേഹം തണുത്ത് കരുതാൻ ആരുമില്ലാതെ ജീവിക്കാൻ മറന്നുപോയൊരു മനുഷ്യനാണോ നിങ്ങൾ? ഈ വാക്യം എടുത്തു വെച്ചിട്ട് പൗലോസ് ആ ജന്തുവിനെ കൊടഞ്ഞു കളഞ്ഞതുപോലെ നിങ്ങൾക്ക് കരഞ്ഞോണ്ട്, അലറിക്കരഞ്ഞോണ്ട് ആത്മാവിൽ, എൻ്റെ കുടുംബത്തിൽ എന്നെ ജീവിക്കാൻ സമ്മതിക്കാത്ത, എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് എന്നെ ജീവിക്കാൻ സമ്മതിക്കാത്ത ഈ ദുഷ്ടശക്തിയെ കുടഞ്ഞു കളഞ്ഞ് ആത്മാവിൽ സ്വർഗത്തിലെ അപ്പൻ്റെ കൈപിടിച്ച് ജീവിക്കാൻ നിങ്ങൾ തയ്യാറായാൽ ഞാൻ ഉറപ്പിച്ചു പറയാം, ജീവിക്കാൻ സമ്മതിക്കാത്ത ശക്തിയെ നീ താലോലിക്കരുത്, അതിനെ നീ ഫ്രെയിം ചെയ്ത് വെക്കരുത്. കുടഞ്ഞു കളയണം. ഞങ്ങൾക്ക് ജീവിക്കണം. എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ, എൻ്റെ അപ്പൻ്റെ കൂടെ മാന്യമായി ഞങ്ങൾക്കെല്ലാവർക്കും കൂടി ഒരു കൂരയുടെ കീഴെ, ഭാര്യയോടത്തും ഭർത്താവിനോടത്തും. ഞാൻ ജോലിക്ക് പോകുന്ന കാര്യമൊന്നുമല്ല പറയുന്നത്. പിണങ്ങിപ്പിരിഞ്ഞ് മിണ്ടാതെ, സ്നേഹിക്കാതെ, കരുതാതെ, ഒരു താങ്ങും തലോടലുമില്ലാതെ ജീവിക്കാൻ മറക്കരുത്. ജീവിക്കാൻ സമ്മതിക്കാത്ത ശക്തിയുമായിട്ട് പൊരുത്തപ്പെടരുത്. എതിർക്കണം, കുടഞ്ഞു കളയണം, ചവിട്ടി പുറത്താക്കണം, പ്രാർത്ഥിക്കണം, ദൈവത്തോട് പറയണം. 2 ശക്തികൾ: 1 ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ദൈവം, 2 ജീവിക്കാൻ സമ്മതിക്കാത്ത ദുർശക്തികൾ. നമുക്ക് ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കാം. ജീവിച്ച് ഈ ആയുസ് തീർക്കാം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എത്രയോ കുടുംബങ്ങളിൽ, എത്രയോ വ്യക്തികളിൽ ആയുസ്സിൻ്റെ മധ്യത്തിൽ ജീവിതം പൂർത്തീകരിക്കാൻ സമ്മതിക്കാതെ, ഇതുപോലെ ബർബരമ്മ പറഞ്ഞതുപോലെ ജീവിക്കാൻ സമ്മതിക്കാത്ത ദുർശക്തികൾ, ഓരോ പ്രാദേശിക ദേശങ്ങളെ ഭരിക്കുന്ന അന്ധകാര വ്യാപാരങ്ങൾ, ഈ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ഒരാളെപ്പോലും ജീവിക്കാൻ സമ്മതിക്കാത്ത ശക്തികൾ അവരെ നിഴലിടുന്നെങ്കിൽ ഇന്ന് അതിനെ കുടഞ്ഞു കളയാൻ, ജീവിക്കാൻ സന്തോഷത്തോടെ എല്ലാവരുമായി ആത്മീകമായി ജീവിപ്പാൻ ഇവരെ അനുവദിക്കണം. സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.